ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും കുറച്ചൊക്കെ സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്, ചിക്കൻ ഹണി ബീ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 kg ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇത് 1/2 kg ഉള്ളത്. അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, പിന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു 4-5 ഗ്രീൻ ചില്ലി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അടിച്ചെടുത്ത് കഴിഞ്ഞതാണിത്. ഇനി ഇതിലേക്ക് 2-3 ബ്രെഡ് ക്രംസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ചേർത്തതാവുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ബോളാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ചപ്പാത്തി എല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ചപ്പാത്തിയുടെ അതേപോലെ സോഫ്റ്റ് തന്നെയാണ്. ഇനി ഇത് റോൾ ചെയ്തെടുക്കണം. നല്ല തിന്നായിട്ട് തന്നെ ഇത് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ സ്ട്രിപ്സുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. ഇപ്പോൾ ചെറിയ ചെറിയ കബാബുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഓരോ സ്ട്രിപ്പ് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ടൈം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ ഇനി ഓരോന്ന് ചെയ്തെടുക്കണം. ഇനി എണ്ണ എല്ലാം ചൂടായതിനു ശേഷം അതിലോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഹണി ബീ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.